ഹലോ എവ്രി വൺ. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. ഇത് +2 ഒരു ചാപ്റ്റർ ആണ്. +2 ബയോളജിയിലെ ഒരു ചാപ്റ്റർ ആണ്. വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണിത്. പലർക്കും ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. അത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ ഇത് വളരെ സിമ്പിൾ ആണ്. അത് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം, എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുക NCERT ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ഇത് യൂസ്ഫുൾ ആവും, അതുപോലെ തന്നെ നീറ്റ് എക്സാമിന് യൂസ്ഫുൾ ആവും. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതൊന്ന് മെൻഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഓർത്തിരിക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം പറയുന്നത് ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചാണ്. ന്യൂക്ലിക് ആസിഡ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്, രണ്ട് RNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. എന്താ DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താ RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. മനസ്സിലായോ? ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, രണ്ട് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഈ ന്യൂക്ലിക് ആസിഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. ന്യൂക്ലിയോടൈഡ്സ്, ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ന്യൂക്ലിക് ആസിഡുകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ന്യൂക്ലിയോടൈഡിലോട്ട് വരാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. അത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ആദ്യം ന്യൂക്ലിയോടൈഡ് എടുക്കാം. നോക്കൂ, ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് പെൻറ്റോസ് ഷുഗർ ആണ്, 2 നൈട്രജൻ ബേസ് ആണ്, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. ഏതൊക്കെയാണ്? പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. എന്നാൽ ന്യൂക്ലിയോസൈഡ് എടുക്കുകയാണെങ്കിൽ ന്യൂക്ലിയോസൈഡിന് 2 ഭാഗങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പെൻറ്റോസ് ഷുഗറും അതുപോലെ നൈട്രജൻ ബേസും. സോ പെൻറ്റോസ് ഷുഗറും നൈട്രജൻ ബേസും കൂടിയാൽ എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോസൈഡ് ഫോം ചെയ്യും. ഈ ന്യൂക്ലിയോസൈഡിന്റെ ഒപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂടിയാൽ എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ ആ ഒരു ബന്ധം മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഞാൻ ഒന്നുകൂടി പറയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ന്യൂക്ലിക് ആസിഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ന്യൂക്ലിയോടൈഡ് കൊണ്ടാണ്. ഒരുപാട് ന്യൂക്ലിയോടൈഡ് കൂടിച്ചേർന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്തിട്ടുള്ളത് എവിടുന്നാണ്? ന്യൂക്ലിയോസൈഡിൽ നിന്നാണ്. ന്യൂക്ലിയോസൈഡും ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്ത് എന്ത് ഫോം ചെയ്യും? ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. അപ്പൊ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോടൈഡ് ആൻഡ് ന്യൂക്ലിയോസൈഡ്, അതാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പ്രത്യേകം പഠിച്ചിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ഒരു മാർക്ക് മേടിക്കാൻ പറ്റുന്ന കോൺസെപ്റ്റ് ആണ്, ടോപ്പിക് ആണ് ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് പെൻറ്റോസ് ഷുഗർ ആണ്, 2 നൈട്രജൻ ബേസ് ആണ്, 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. പെൻറ്റോസ് ഷുഗർ എടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പെൻറ്റോസ് ഷുഗർ ആണുള്ളത്. ഒന്ന് ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പെൻറ്റോസ് ഷുഗർ ആണ്. അടുത്തത് റൈബോസ് എന്ന് പറയുന്ന പെൻറ്റോസ് ഷുഗർ ആണ്. ഈ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പെൻറ്റോസ് ഷുഗർ നമുക്ക് കാണാൻ കഴിയാം DNA ന്യൂക്ലിക് ആസിഡിലാണ്. DNA എന്ന് പറയുന്ന ന്യൂക്ലിക് ആസിഡിലാണ് ഡിയോക്സി റൈബോസ് ഷുഗർ കാണാൻ കഴിയുക. അതുപോലെ റൈബോസ് ഷുഗർ കാണാൻ കഴിയും നമുക്ക് RNA യിലാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം DNA കാണുന്ന പെൻറ്റോസ് ഷുഗർ ഏതാണ്?
ഡിയോക്സി റൈബോസ് ആണ്. RNA യിൽ കാണുന്ന പെന്റോസ് ഷുഗർ ഏതാണ്? റൈബോസ് ഷുഗർ ആണ്. നിങ്ങൾക്ക് ഓർത്തു വെച്ചൂടെ ഇങ്ങനെ DNA ഡിയോക്സി റൈബോസ്, RNA റൈബോസ്. കൂടുതൽ പേർക്ക് ഇതൊക്കെ അറിയായിരിക്കും. ഇനി ആർക്കെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ ഒന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ദെൻ അതുപോലെ പെന്റ് എന്താണ്? പെന്റ് എന്ന് പറയുന്ന 5 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാം പെന്റോസ് ഷുഗറിൽ എത്ര കാർബൺ ഉണ്ട്? 5 കാർബൺ ഉണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് നൈട്രജൻ ബേസ് എടുക്കാം. നോക്കൂ, നൈട്രജൻ ബേസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്യൂരിൻസ് ആണ്. പ്യൂരിൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. ഞാൻ ഈ ഡിയോക്സി റൈബോസും റൈബോസ് ഷുഗറും തമ്മിലുള്ള വ്യത്യാസം ഞാനൊരു ഡയഗ്രത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നൈട്രജൻ ബേസിലോട്ട് വരാം. നൈട്രജൻ ബേസിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന പ്യൂരിൻസ് ആണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്ന പിരിമിഡിൻസ് ആണ്. ഞാൻ എഴുതുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? പിരിമിഡിൻസ് ആണ്. ഓക്കെ, പ്യൂരിൻസിൽ വരുന്ന മെമ്പർ ആരൊക്കെയാണെന്ന് അറിയോ? പ്യൂരിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്ന നൈട്രജൻ ബേസുകൾ ഞാൻ ഇവിടെ സെപ്പറേറ്റ് എഴുതാം. അഡിനിനും ഗ്വാനൈനും. എന്നാൽ പിരിമിഡിൻസ് ഗ്രൂപ്പിൽ വരുന്നത് തൈമിന്, സൈറ്റോസിന്, യുറാസിൽ. ഈ തൈമിനും സൈറ്റോസിനും യുറാസിൽ എടുത്താൽ ഇതിലെ തൈമിനും സൈറ്റോസിനും കാണുക DNA-യിലായിരിക്കും. എന്നാൽ സൈറ്റോസിനും യുറാസിലും കാണുക എവിടെ ആയിരിക്കും എന്നറിയോ? RNA-യിലായിരിക്കും. അപ്പോ DNA-യിൽ കാണുന്ന നൈട്രജൻ, അതായത് DNA-യിൽ കാണുന്ന പിരിമിഡിൻസ് ഏതൊക്കെയാണ്? സൈറ്റോസിനും തൈമിനും. RNA-യിൽ കാണുന്നു സൈറ്റോസിനും യുറാസിലും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? DNA-യിൽ യുറാസിൽ കാണൂല എന്ന് പറഞ്ഞൂടെടാ? പറഞ്ഞൂടെ? അതുപോലെ RNA-യിൽ എന്ത് കാണൂല? തൈമിന് കാണൂല. ഓക്കെ, യുറാസിൽ എവിടെ മാത്രമേ കാണത്തുള്ളൂ? RNA-യിൽ മാത്രമേ കാണുകയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നൈട്രജൻ ബേസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഓർത്തിരിക്കാം, ഈ പ്യൂരിൻസും പിരിമിഡിൻസും തമ്മിൽ എന്താണ് ഒരു ലിങ്ക് ഫോം ചെയ്യും, അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്യും. അതായത് അഡിനിനും തൈമിനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യും. ഇവരുടെ തമ്മിൽ നമുക്ക് 2 ഹൈഡ്രജൻ ബോണ്ട് കാണാൻ കഴിയും. അതുപോലെ ഗ്വാനൈനും സൈറ്റോസിനും തമ്മിൽ എത്ര കാണാൻ കഴിയും? നമുക്ക് 3 ഹൈഡ്രജൻ ബോണ്ട് കാണാൻ കഴിയും. ഇത് DNA-യുടെ കേസ് ആട്ടോ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ RNA എടുക്കുകയാണെങ്കിലോ, ഈ തൈമിന് വരെ അവിടെ എന്തുണ്ടാവും? അഡിനിനും യുറാസിലും തമ്മിലായിരിക്കും ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഗ്വാനൈനും സൈറ്റോസിനും തമ്മിലായിരിക്കും ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിലോട്ട് വരാം. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്താണ്? മൂന്നാമത്തെ ഘടകമാണ്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ബോണ്ടുകളെ കുറിച്ചാണ്. ബോണ്ടുകളെ കുറിച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം. ബോണ്ടുകളെ കുറിച്ച് ഞാൻ ഒരു ഡയഗ്രാം വരുന്നുണ്ട്, അവിടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്താണ്? മൂന്നാമത്തെ ഒരു ഘടകമാണ്. അത് ഞാൻ ഡയഗ്രത്തിൽ കാണിച്ചു തരാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്. ഓക്കെ, ഞാൻ ഡിയോക്സി റൈബോസും റൈബോസ് ഷുഗർ തമ്മിലുള്ള ഒരു വ്യത്യാസം പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇവിടെ നോക്കൂ, ഇവിടെ രണ്ടും എന്താണ്? പെന്റോസ് ഷുഗർ ആണ്. അതായത് 5 കാർബൺ ഉള്ള ഷുഗർ ആണ്. ഇവിടെ നിങ്ങൾക്ക് 5 കാർബൺ കാണാൻ കഴിയും. 1, 2, മൂന്നാമത്തെ കാർബണ്, നാലാമത്തെ കാർബണ്, 5ാമത്തെ കാർബണ്. ശരിയല്ലേ? ഇനി ഡിയോക്സി റൈബോസ് എടുത്തു നോക്കൂ. 1ാമത്തെ കാർബണ്, 2ാമത്തെ കാർബണ്, 3ാമത്തെ കാർബണ്, 4ാമത്തെ കാർബണ്, 5ാമത്തെ കാർബണ്. ശരിയല്ലേ? അപ്പൊ രണ്ടിലും 5 കാർബൺ ഉണ്ട്. അപ്പൊ എന്തേ വ്യത്യാസമുള്ളൂ? നിങ്ങൾ ഈവൻ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അടക്കം നോക്കൂ, ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് കാർബൺ എടുത്തു നോക്കിയാൽ റൈബോസിൽ കാണുന്ന HOH ആണ്. എന്നാൽ ഡിയോക്സി റൈബോസിൽ HH ആണ്. അതായത് റൈബോസിൽ OH ആണ്, ഡിയോക്സി റൈബോസിൽ H ആണ്. ഈ ഡിയോക്സി എന്ന് പറഞ്ഞാൽ തന്നെ വിത്തൗട്ട് ഓക്സിജൻ എന്നല്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഓർത്തൂടെ? ഇവിടെ ഓക്സിജൻ ഇല്ല, പകരം H ആണെന്ന് ഓർക്കാം. റൈബോസിൽ എന്താണ്? OH ആണ്. ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയാനുള്ളത്. വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് നീറ്റ് എക്സാമിലൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ബോണ്ടുകളെ കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ശരിയല്ലേ? നോക്കൂ, ന്യൂക്ലിയോടൈഡിന് 3 ഭാഗങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? ഷുഗർ ആണ്. ശരിയല്ലേ?
സോ ഞാനിവിടെ ഷുഗർ ആണിത്, ഡിയോക്സി റൈബോ ഷുഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അടുത്തത് എന്താണ്? ബേസ് ആണ്, അഥവാ നൈട്രജൻ ബേസ് ആണ്. ഈ നൈട്രജൻ ബേസിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് നൈട്രജൻ ബേസ് ആണ്, ഇതെന്താണ്? ഇത് ഷുഗർ ആണ്. ഓക്കെ, അതുപോലെ ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്, ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണ്. നോക്കൂ, കാണുന്നില്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെൻഡോ ഷുഗറിന്റെ ഫസ്റ്റ് കാർബണ് നൈട്രജൻ ബേസുമായിട്ട് എന്ത് ചെയ്യും? ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. എന്താ വിളിക്കുക? ഞാനത് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. ഇവര് തമ്മിലുള്ള നൈട്രജൻ ബേസും പെൻഡോ ഷുഗറും, അതായത് പെൻഡോ ഷുഗറിന്റെ ഫസ്റ്റ് കാർബണും തമ്മിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. ഈ ബോണ്ടിന്റെ നെയിം പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതുപോലെ പെൻഡോ ഷുഗറിന്റെ 5ാമത്തെ കാർബണും അതുപോലെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും തമ്മിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്നറിയോ? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ രണ്ട് ബോണ്ടാണുള്ളത്. ഒന്ന് ഗ്ലൈക്കോസൈഡിക് ബോണ്ടാണ്, രണ്ട് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഗ്ലൈക്കോസൈഡിക് ബോണ്ട് കാണുന്ന ആര് തമ്മിലാണ്? പെൻഡോ ഷുഗറും, അതായത് ഡിയോക്സി റൈബോ ഷുഗറും, അല്ലെങ്കിൽ നമുക്ക് പെൻഡോ ഷുഗർ എന്ന് പറയാം. അപ്പൊ RNA കേസിലാണെങ്കിൽ RNA എടുക്കുകയാണെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗറിന് പകരം റൈബോ ഷുഗർ ആയിരിക്കും, ശരിയല്ലേ? അപ്പോ പെൻഡോ ഷുഗറും നൈട്രജൻ ബേസും പെൻഡോ ഷുഗറിനും നൈട്രജൻ ബേസിനും ഇടയിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോസൈഡിക് ബോണ്ട്. അതുപോലെ പെൻഡോ ഷുഗറിനും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനും ഇടയിലുള്ള ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. അപ്പൊ നിങ്ങൾ രണ്ട് ബോണ്ടിനെ കുറിച്ചും പഠിച്ചു. അപ്പൊ നമ്മൾ ഓൾറെഡി ന്യൂക്ലിയോസൈഡ് പറഞ്ഞു കഴിഞ്ഞു. ന്യൂക്ലിയോസൈഡ് എന്താണ്? പെൻഡോ ഷുഗർ പ്ലസ് നൈട്രജൻ ബേസ് ആണ്. ഇതിന്റെ ഒപ്പം നമ്മൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്താൽ എന്ത് ഫോം ചെയ്യും എന്നറിയോ? എന്ത് ഫോം ചെയ്യും? ഇതിനെ നമുക്ക് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ +2 എക്സാമിനൊക്കെ മാർക്ക് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണത്. ഇനിയാണ് നമ്മൾ DNA മോഡലിലോട്ട് വരുന്നത്. DNA വളരെ പ്രധാനപ്പെട്ട ഒരു മോഡൽ പ്രപ്പോസ് ചെയ്ത് വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റാണ്. നമുക്ക് ഈ മോഡലിനെ വാട്സൺ ക്രിക്സ് മോഡൽ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ DNA ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് വിളിക്കാം. ഓക്കെ, DNA ഡബിൾ ഹെലിക്സ് ആണ് ഇവിടുത്തെ ഷേപ്പ് ആയിട്ട് വരുന്നത്. DNA ഷേപ്പ് എന്താണ്? DNA ഡബിൾ ഹെലിക്സ് ആണ്. ഈ DNA സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വാട്സൺ ക്രിക്ക് മോഡലുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക്. ഒന്നാമത്തെ കാര്യം, രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട്. ഒരു DNA-ക്ക് രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട്, ശരിയാണ്, നമുക്കറിയാം രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ DS ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട് ഒരു DNA എന്ന് പറയുമ്പോൾ, ശരിയല്ലേ? ഈ രണ്ട് സ്ട്രാൻഡുകളും ആന്റി പാരലൽ ആണ്. എന്താ ആന്റി പാരലൽ എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രാൻഡ് ഞാൻ വേറെ കളറിൽ കാണിക്കാം. ഒരു സ്ട്രാൻഡ് 3' to 5' ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡ് എന്തായിരിക്കും? 5' to 3' ആയിരിക്കും. ഒന്ന് 3' to 5' ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? 5' to 3' ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? ആന്റി പാരലൽ ആണ്. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? പ്യൂരിൻ പെയർ വിത്ത് പിരിമിഡിൻ. പ്യൂരിൻ എന്തുമായിട്ട് പെയർ ചെയ്യും? പിരിമിഡിനുമായിട്ട് പെയർ ചെയ്യും. പ്യൂരിൻസ് ഏതൊക്കെയാണ്? അഡിനൈനും ഗ്വാനൈനും. പിരിമിഡിൻസ് ഏതൊക്കെയാണ്? തൈമിൻ ആൻഡ് സൈറ്റോസിൻ. നമ്മുടെ DNA കേസ് പറയുകയാണെങ്കിൽ യുറാസിൽ പറയില്ല, തൈമിനും സൈറ്റോസിനും മാത്രമേ ഉള്ളൂ. അപ്പോ ഇതില് അഡിനിനും തൈമിനും തമ്മിൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ ഇടയിൽ നമുക്ക് 2 ഹൈഡ്രജൻ ബോണ്ട് കാണാൻ കഴിയും. അതുപോലെ ഗ്വാനൈനിന്റെയും സൈറ്റോസിന്റെയും ഇടയിൽ നമുക്ക് 3 ഹൈഡ്രജൻ ബോണ്ട് കാണാൻ കഴിയും. ഓക്കെ ആണോ? ഇനി പറയുന്നത്
ഒരു ടേണില് ഓക്കെ, അതായത് നമ്മൾ ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു DNA ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ, ഇത് ആക്ച്വലി ഇതെന്താണ്, ഒരു വൈൻഡ് ചെയ്തിട്ടായിരിക്കും ഇത് കിടക്കുക. അത് ഞാൻ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ജസ്റ്റ് വെറുതെ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് എടുക്കുകയാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ ഒരു ടേണിൽ 34 ആങ്സ്ട്രോം കാണാൻ കഴിയും. അതായത് അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ആങ്സ്ട്രോം ആയിരിക്കും. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ആങ്സ്ട്രോം ആയിരിക്കും. നമുക്ക് ഈ 34 ആങ്സ്ട്രത്തിനെ എങ്ങനെ എഴുതാന്ന് അറിയോ? അത് നമുക്ക് ചില സമയത്ത് നാനോമീറ്ററിലായിരിക്കും ചോദിക്കുക, ചില സമയത്ത് നീറ്റ് എക്സാമിൽ ചോദിക്കാറുണ്ട്. 34 ആങ്സ്ട്രത്തിന് നമുക്ക് നാനോമീറ്ററിൽ എഴുതാൻ പറയും. അപ്പൊ എങ്ങനെയാണ്? ഓപ്ഷൻ നാനോമീറ്റർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതണം? 3.4 നാനോമീറ്റർ, 3.4 നാനോമീറ്റർ. ഓക്കെ ആണോ? അതുപോലെ നമുക്ക് ഒരു ടേൺ എടുത്താൽ അവിടെ ഒരു ടേണിൽ നമുക്ക് 10 ബേസ് പേഴ്സ് കാണാൻ കഴിയും. ഇങ്ങനെ നമുക്ക് 10 ബേസ് പേഴ്സ് ഉണ്ടാവും. 1 2 3 4 5 6 6ആയിരുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി നീട്ടണം ഈ സംഭവം. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണിച്ചിട്ട്, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഒരു 10 ബേസ് പേഴ്സ്. ഇതൊക്കെ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ഞാൻ വരച്ചപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. എന്താ 10 ബേസ് പേഴ്സ് ഉണ്ടാവും. ഈ 10 ബേസ് ഒരു ടേണിൽ നമുക്ക് എത്ര കാണാൻ കഴിയും? 10 ബേസ് പേഴ്സ്. അപ്പൊ ഇതിന്റെ ലെങ്ത് ഒന്ന് കൂട്ടി കൊടുക്കണമല്ലോ, നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. ഇതാണ്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, ഇതൊരു ഫുൾ ടേൺ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്രയാണ് ലെങ്ത്? എത്ര? 3.4 നാനോ, സോറി 3.4 എത്രയാണ്? 3.4 നാനോമീറ്റർ, അല്ലെങ്കിൽ എത്രയാണ്? 34 ആങ്സ്ട്രോം. ഓക്കെ, ഇവിടെ എത്ര ബേസ് പേഴ്സ് കാണാൻ കഴിയും? 10 ബേസ് പേഴ്സ് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സപ്പോസ് നിങ്ങൾ 34 ആങ്സ്ട്രോം എടുക്കും. ഫുൾ ലെങ്ത് 34 ആങ്സ്ട്രോം ആണ്. ഇതിന്റെ ഇടയിൽ 10 ബേസ് പേഴ്സ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള രണ്ട് ബേസ് പേഴ്സ് തമ്മിലുള്ള ദൂരത്തിലായിരിക്കും 34/10. 34 ആങ്സ്ട്രോം ബൈ 10 എത്രയോ കിട്ടും? 3.4 കിട്ടൂലേ? സി, ഈ ലെങ്ത് എത്രയായിരിക്കും? ഈ ലെങ്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ ലെങ്ത് എത്രയായിരിക്കും? 3.4 ആയിരിക്കും. 3.4 ആങ്സ്ട്രോം ആയിരിക്കും. അത് നാനോമീറ്ററിലാണെങ്കിൽ 0.34 നാനോമീറ്റർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾ എങ്ങനെ ആങ്സ്ട്രത്തിനെ നാനോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം? സി, നിങ്ങൾ സപ്പോസ് നാനോമീറ്റർ 0.34 ആണെങ്കിൽ അതിന് 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 3.4 ആങ്സ്ട്രോം ആയിരിക്കും. അതുപോലെ 3.4 നാനോമീറ്റർ ആണെങ്കിൽ അതിനെ 10 കൊണ്ട് ഗുണിച്ചാൽ 34 ആങ്സ്ട്രോം ആയിരിക്കും. ഇതാണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇനി നോക്കൂ. സോ അത് പറഞ്ഞു. ഇത് ഡയഗ്രം കാണിക്കുമ്പോൾ ഒന്നുകൂടി ഈസി ആവും കേട്ടോ. ഞാൻ അതിലോട്ട് പോയാൽ പിന്നെ ഇതിലോട്ട് വരാൻ പറ്റത്തില്ല. അതാണ്. അപ്പോൾ ഇനി നോക്കൂ, നിങ്ങൾ ഇതിന്റെ ഡയമീറ്റർ എടുക്കുകയാണെങ്കിലേ, ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ ലെങ്ത് 20 ആങ്സ്ട്രോം ആയിരിക്കും. 20 ആങ്സ്ട്രോം, അതായത് നാനോമീറ്ററിൽ പറയുകയാണെങ്കിൽ 2 നാനോമീറ്റർ. ഓക്കെ, സോ ഫുൾ ടേൺ ലെങ്ത് എത്രയാണ്? 34 ആങ്സ്ട്രോം അല്ലെങ്കിൽ 3.4 നാനോമീറ്റർ. രണ്ട് ബേസ് പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? 3.4 ആങ്സ്ട്രോം അല്ലെങ്കിൽ 0.34 നാനോമീറ്റർ. ഡയമീറ്റർ എത്രയാ? 20 ആങ്സ്ട്രോം അല്ലെങ്കിൽ 2 നാനോമീറ്റർ. അതുപോലെ ഓർത്തിരിക്കുക, ഇവര് എന്താണ്, ഹെലിക്സ് ക്ലോക്ക് വൈസ് ഓർ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അതായത് ക്ലോക്ക് വൈസ് ആയിരിക്കും ഇതിന്റെ ഹെലിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഹെലിക്സ് ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡഡ് ആയിരിക്കും. അത് ഞാൻ പിക്ചറിൽ കാണിച്ചു തരാം. ഡയഗ്രാം ആണ്, നമ്മുടെ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെന്താണ്? ഒരു ഡബിൾ ഹെലിക്സ് മോഡലാണ്. ഡബിൾ ഹെലിക്സ്, രണ്ട് ഹെലിക്സ് കാണാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്? ഇത് ഒരു ഹെലിക്സ്, ഇത് ഇങ്ങനെ ഒരു ഹെലിക്സ്, അടുത്തത് ഇങ്ങനെ ഒരു ഹെലിക്സ്. അപ്പോൾ ഡബിൾ ഹെലിക്സ് മോഡലാണിത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇവർ ആന്റി പാരലൽ ആണെന്ന് പറഞ്ഞില്ലേ? ആന്റി പാരലൽ ആണെന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? നോക്കൂ, ഒന്ന് 3' to 5' ആണ്. അടുത്ത എന്താണ്?
5 പ്രൈം ടു 3 പ്രൈം ആണ്, അതായത് ആന്റി പാരലൽ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് 3.4 നാനോമീറ്റർ ആണ്. ഈ ഒരു ടേൺ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇതാണ് ഒരു ടേൺ. ഇതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലെങ്ത് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 3.4 നാനോമീറ്റർ ആണ്. ഈ 3.4 നാനോമീറ്റർ ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ രണ്ട് ബേസ് പെയർസ് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 0.34 നാനോമീറ്റർ ആണ്. ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ ഡയമീറ്റർ എത്രയാ? 2 നാനോമീറ്റർ ആണ്. 20 അല്ല, 2 നാനോമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിനെ ആങ്സ്ട്രത്തിൽ കാണിച്ചാലോ? 3.4 നാനോമീറ്റർ എത്രയായിരിക്കും? 34 ആങ്സ്ട്രം ആയിരിക്കും. 0.34 നാനോമീറ്റർ എത്രയായിരിക്കും? 3.4 ആങ്സ്ട്രം ആയിരിക്കും. 2 നാനോമീറ്റർ എത്രയായിരിക്കും? 20 ആങ്സ്ട്രം ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് നോക്കൂ, ഇതൊക്കെ നൈട്രജൻ ബേസുകളാണ്. സി, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ കളറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ഇതൊക്കെ നൈട്രജൻ ബേസുകളാണ്. ഇവർക്കിടയിൽ ഇവിടെ ഹൈഡ്രജൻ ബോണ്ട് ആണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതെന്തായിരിക്കും? സപ്പോസ് ഇത് അഡിനിൻ, ഇത് തൈമിൻ ആണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? തമ്മിൽ എന്തുണ്ടാവും? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. പിന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ. ഇതെന്താണ്? ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ ആണ്. ഇവിടെ നൈട്രജൻ ബേസുകൾ ഉണ്ടാവും, നൈട്രജൻ ബേസ് തമ്മിൽ ബോണ്ട് ഉണ്ടാവും. പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യമാണ് മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും. ഒന്നുമില്ല, ഇവിടെ ഒരുപാട് ഡെപ്ത് ഇല്ലേ? നല്ല ഡെപ്ത് ഇല്ലേ? അതിനെ മേജർ ഗ്രൂവ് എന്ന് വിളിക്കാം. മൈനർ ഗ്രൂവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇതാണ്, അതായത് അധികം ഡെപ്ത് ഇല്ല. ഇവിടെ നോക്കൂ, ഇത് ഡെപ്ത് ഇല്ലല്ലോ, ഇത് മൈനർ ഗ്രൂവ് ആണ്. എന്നാൽ ഇതെന്തായിരിക്കും? മേജർ ഗ്രൂവ് ആയിരിക്കും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി എഴുതി, അത് നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. കാരണം എല്ലാ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും വളരെ സിമ്പിളും ആണ്, ഇമ്പോർട്ടൻറ്റും ആണ്. നിങ്ങളുടെ ബോർഡ് എക്സാമിനും ചോദിക്കാം, നീറ്റ് എക്സാമിനും ചോദിക്കാം, രണ്ടിനും ചാൻസ് ഉള്ള ഒരു ഭാഗമായിരുന്നു നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത്, പാർട്ട് 1 എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ ഏതൊക്കെയായിരുന്നു? ആദ്യം നമ്മൾ ന്യൂക്ലിയോടൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ശരിയല്ലേ? ആദ്യം ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ദെൻ ന്യൂക്ലിയോടൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ദെൻ ന്യൂക്ലിയോസൈഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ കോമ്പണൻസ് എല്ലാം കാര്യങ്ങൾ പറഞ്ഞു. ന്യൂക്ലിയോടൈഡിന്റെ കോമ്പണൻസ് പറഞ്ഞു, ന്യൂക്ലിയോസൈഡിന്റെ കോമ്പണൻസ് പറഞ്ഞു, അതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? DNA സ്ട്രക്ചർ പറഞ്ഞു, സ്ട്രക്ചർ ഓഫ് DNA. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം, അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ കണ്ടന്റ് വൈസ് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നമ്മൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് മാക്സിമം സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. എന്തായാലും നമുക്ക് കൂടുതൽ നമുക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.